എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ കാണുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. വൈക്കത്ത് അഷ്ടമിയോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള ഒരു അഷ്ടമി സദ്യയുടെ കുറച്ച് ഒരുക്കങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. അഷ്ടമി സദ്യയ്ക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും പാകം ചെയ്യുന്നത് അമ്പലത്തിനകത്തുള്ള തെടപ്പള്ളി തന്നെയാണ്. തെടപ്പള്ളി എന്ന് പറയുന്നത് അമ്പലത്തിലേക്ക് നിവേദ്യങ്ങളൊക്കെ പാകം ചെയ്യുന്ന സ്ഥലമാണ്. അഷ്ടമി സദ്യ ഒരുക്കാൻ വേണ്ട എല്ലാ പച്ചക്കറികളും നമുക്ക് അരിഞ്ഞ് വൈകിട്ട് തന്നെ നമുക്ക് ലഭ്യമാകും. നമ്മൾ രാത്രി 9 മണിക്ക് തന്നെയാണ് പാചക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് സാമ്പാർ പ്രിപ്പയർ ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ 2:30 മണിയാണ്. നമ്മൾ സാമ്പാർ 3 വലിയ വാർപ്പിലായിട്ടാണ് 12,000 പേർക്കുള്ള സാമ്പാർ പാകം ചെയ്യുന്നത്. സാമ്പാർ മാത്രമല്ല, ഓലനുണ്ട്, തോരനുണ്ട്, പുളിശ്ശേരിയുണ്ട്, ഉപ്പിലിട്ടതുണ്ട്, പപ്പടമുണ്ട്, പിന്നെ 2 കൂട്ടം പായസങ്ങൾ നമ്മൾ ഈ ഒരു അഷ്ടമി സദ്യക്ക് വിളമ്പുന്നുണ്ട്. ഈ കാണുന്നത് വാർപ്പിൽ നമ്മൾ ഓലനുള്ള കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കഷ്ണങ്ങൾ വെന്ത് താഴുന്നതനുസരിച്ച് നമ്മൾ അഡീഷണലായിട്ട് പച്ചക്കറികൾ അരിഞ്ഞത് ചേർത്തുകൊണ്ടിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വാർപ്പിനകത്തെല്ലാം കൂട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും വലിയൊരു മഹാസദ്യയുടെ ഭാഗമാകാൻ കഴിയുന്നതിനെ വളരെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും കരുതുന്നത് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ അടുക്കളയ്ക്കകത്ത് ഇത്രയും അധികം വാർപ്പുകൾ വെച്ചിട്ട് പാകം ചെയ്യുമ്പോൾ ഒരു സെറ്റ് വിഭവങ്ങൾ പകർത്തി മാറ്റിയ ശേഷം മാത്രമേ അടുത്ത വിഭവങ്ങൾ നമ്മൾ പാകം ചെയ്യാനായിട്ട്. ഈ വാർപ്പുകളൊക്കെ കാണുന്ന സാമ്പാർ തെക്കി മാറ്റിയിട്ട് വേണം നമുക്ക് അവിയൽ പാകം ചെയ്യാനായിട്ട്. അങ്ങനെ പുളിശ്ശേരി നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 400 ലിറ്റർ തൈര് കൊണ്ടുള്ള പുളിശ്ശേരിയാണ് ഈ ഒരു സദ്യക്ക് വേണ്ടി പാകം ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന വളരെ കുറച്ച് പേർക്കെങ്കിലും ഒരു പക്ഷേ തോന്നുമായിരിക്കും നിങ്ങൾ ഹെയർ നെറ്റ് ഒന്നും ഉപയോഗിക്കാതെയാണ് പാകം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടില്ല എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ അമ്പലത്തിനകത്ത് പാകം ചെയ്യുന്ന സദ്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ ഡ്രസ് കോഡിനകത്തൊക്കെ. ഈ ഭക്ഷണം പാകം ചെയ്യുന്ന ഞങ്ങളൊക്കെ കുളിച്ച് ശുദ്ധമായിട്ട് അകത്ത് കയറിയിട്ടാണ് ഓരോ വിഭവങ്ങളും നമ്മൾ പാകം ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത് തന്നെ. അങ്ങനെ നമ്മൾ 3 വാർപ്പിനകത്ത് നമ്മൾ സാമ്പാറിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്ത് പകർത്തി മാറ്റി വെച്ച ശേഷമാണ് നമ്മൾ ഇതേ വാർപ്പിൽ അവിയലിനുള്ള പച്ചക്കറികൾ വേവിക്കാനായിട്ട് കയറ്റി വയ്ക്കുന്നത്. അവിയലെന്ന് പറയുമ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വരാനായിട്ട് ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും സമയമെടുക്കും. കാരണം എല്ലാം പാകം ചെയ്യുന്നത് വിറകടുപ്പിലാണ്. അങ്ങനെ എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ രാവിലെ 9 മണിയോടെ തന്നെ ഭക്തർക്ക് വേണ്ടിയിട്ട് വിളമ്പാൻ പാകത്തിന് നമ്മൾ വിഭവങ്ങളൊക്കെ പകർത്തി വയ്ക്കും. നിങ്ങൾ ഈ കാണുന്നത് അരി വയ്ക്കുന്ന വലിയ അടുക്കളയാണ്. അമ്പലത്തിന് ശ്രീകോവിലിനോട് തൊട്ട് ചേർന്നിട്ടുള്ള വലിയ അടുക്കളയ്ക്കകത്താണ് നമ്മൾ ഇത്രയും പേർക്കുള്ള ചോറ് നമ്മൾ പാകം ചെയ്ത് വയ്ക്കുന്നത്. അങ്ങനെ രാവിലെ ഒരു 9 മണിയോടുകൂടി തന്നെ എല്ലാ വിഭവങ്ങളെയും പണികൾ തീർത്ത് ചോറടക്കം പകർത്തി വെച്ച് ഭക്തർക്ക് വിളമ്പാനായിട്ട് നമ്മുടെ സംഘാടകരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് നിർത്തിയിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങുവാണ്. വലിയൊരു ഭാഗ്യമാണ് ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൻ്റെ അന്നദാനത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് പറയുന്നത്. അഷ്ടമി സദ്യയിൽ പങ്കുകൊള്ളാനായിട്ട്, അല്ലെങ്കിൽ ഒരു സദ്യ കഴിക്കാനായിട്ടാണ് ഇക്കണ്ട ഭക്തജനങ്ങളൊക്കെ അമ്പലത്തിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. ഇനി ഇത് വിളമ്പുന്നതിനും ഒരു ചിട്ടവട്ടമുണ്ട്. ആദ്യം വൈക്കത്തപ്പനും അതിനുശേഷം അമ്പലത്തിലെ മേൽശാന്തിമാർക്കും വിളമ്പിയ ശേഷം മാത്രമാണ് ഭക്തജനങ്ങൾക്കായിട്ട് നമ്മൾ ഈ സദ്യ വിളമ്പാനായിട്ട് പുറത്തേക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും ഭക്ഷണം വിളമ്പാനായിട്ട് ഹോളിലേക്ക് എല്ലാ വിഭവങ്ങളും പകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ ഇപ്പം നിർത്തുന്നു. നന്ദി, നമസ്കാരം.